തല നരയ്ക്കുവതല്ലെന്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലെന്റെ യുവത്വവും. സ്വാതന്ത്ര്യസമര സേനാനിയായ TS തിരുമുമ്പ് എന്ന തിരുമുന്നിലത്ത് ശേഖരൻ തിരുമുമ്പ് എഴുതിയ കവിതയിലെ ഈ വരികൾ ഇടക്കാലത്ത് വീണ്ടും ശ്രദ്ധേയമായത് VS അച്യുതാനന്ദൻ അത് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചൊല്ലിയപ്പോഴാണ്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് പല ഭാഗത്തും CPIM-ലെ തല മുതിർന്ന നേതാക്കളെല്ലാം തിരുമുമ്പിന്റെ ഈ കവിത ഏറ്റു ചൊല്ലുന്നു എന്നാണ് കേട്ടത്. പാർട്ടി കമ്മിറ്റികളിൽ 75 വയസ്സ് എന്ന പ്രായപരിധി മാനദണ്ഡം CPIM നിർബന്ധമായി നടപ്പാക്കിയപ്പോൾ പടിക്ക് പുറത്തായതിൽ വലിയ പുലികളുമുണ്ടായി. പ്രായപരിധി പാർട്ടി കമ്മിറ്റികളിൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും പാർലമെന്ററി രംഗത്ത് അത് നിർബന്ധമല്ല. ഈ ഗ്യാപ്പിൽ ഗോളടിക്കാൻ അവസരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ചിലർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരുമെന്ന വിശ്വസനീയമായ വിവരം പരുന്തിന് കിട്ടിയിട്ടുണ്ട്. പാലക്കാട്ടും കണ്ണൂരുമെല്ലാം ഇത്തരം ചില നീക്കങ്ങൾ തകൃതിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധകമാക്കിയ 2 ടേം പരിധി ഇത്തവണ വേണ്ടെന്ന് വെക്കാൻ CPIM ആലോചിക്കുന്നുവെന്ന വാർത്ത ന്യൂസ് മലയാളം 2 മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടതാണ്. അതുകൂടാതെ കഴിഞ്ഞ തവണ ടേം നിബന്ധനയിൽ സീറ്റ് നഷ്ടമായ പലരും 2026-ലേക്കുള്ള സ്ഥാനാർത്ഥി കുപ്പായം തയ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. 3ാം ഭരണം ഉറപ്പിക്കാനുള്ള പോരാട്ടത്തിൽ മൂലക്കിരിക്കുന്നവരും ONV കുറിപ്പിന്റെ കവിതാശകലം പോലെ മാറ്റിയെഴുതാൻ ഞാനൊരു ചുരികയാവട്ടെ എന്ന് ചോദിക്കുകയാണ്. 2 ടേമിൽ നഷ്ടമായ MLA കസേരയ്ക്കും ഒറ്റ ടേമിൽ നഷ്ടമായ മന്ത്രി കസേരയ്ക്കും മറ്റൊരവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലതാനും. പക്ഷേ കൂടുതൽ ഉയരത്തിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ വെക്കേണ്ട 2 മാതൃകകളെക്കുറിച്ച് പറയാതെ പരുന്തിന് പോകാനാകുമോ? ആറന്മുള മുൻ MLA-യും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ KCR എന്ന KC രാജഗോപാലൻ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ട്. പ്രായം 75 കടന്നതിനാൽ ജില്ലാ നേതൃത്വത്തിൽ നിന്നൊഴിഞ്ഞ സഖാവ് KCR ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത്. അനന്തപുരിയിലാകട്ടെ ഒരു കാലത്ത് ഹരിത MLA ആയിരുന്ന KS ശബരിനാഥൻ കോർപ്പറേഷൻ വാർഡിലേക്കാണ് മത്സരിക്കുന്നത്. ടീം സ്പിരിറ്റ് തന്നെയാണ് തിരഞ്ഞെടുപ്പിലും വിജയമുറപ്പിക്കാൻ വേണ്ടത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അംഗത്തിനിറങ്ങാൻ കോപ്പുകൂട്ടുന്നവർ ചിലരത് മറക്കുന്നുവെന്നാണ് ഇരു മുന്നണികളിലും അടക്കം പറച്ചിൽ. ഒരു കാര്യം പറഞ്ഞിട്ട് പറന്നു പോകാം പരുന്ത്. AK ബാലൻ, EP ജയരാജൻ തുടങ്ങിയ മുൻ മന്ത്രിമാർ ഒരംഗത്തിന് കൂടി ബാല്യമുള്ളവരാണ്. വള്ളത്തോൾ കവിതയിൽ പറഞ്ഞത് തന്നെയാണ് പരുന്തിനും പറയാനുള്ളത്. ആശതൻ അങ്കുരമെങ്ങാനും ഉന്നതമാശു തന്റെ ഇടുവിൽ മുളച്ചുപോയാൽ ഊഴികൊണ്ടോ ലോകശക്തികൾ കൊണ്ടോ വാഴുവാനൊടുവിൽ കഴിവതുണ്ടോ. പരുന്ത് പറഞ്ഞു വെക്കുന്നത് ഇത്രമാത്രം: വാഴാൻ ആഗ്രഹിക്കുന്നത് നല്ലത്, പക്ഷേ വീഴാതെ നോക്കണം. പരുന്തിനി വരും ഇതേ സമയം അടുത്തയാഴ്ച.